ഗായ്സ്, നിങ്ങൾ വിചാരിക്കുന്നതാണ് ഇതെന്ത് വീഡിയോ എടുക്കുന്നതെന്ന്. ഇതെൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴിയാണ്. അത് അന്നൊരു കുട്ടി മരിച്ചത് 2025 മെയ് മാസം 16 തിങ്കളാഴ്ച അന്ന് എൻ്റെ ആങ്ങളുടെ കുട്ടി തോട്ടിലേക്ക് വീണിട്ട് മരിച്ചത്. ഈ വെള്ളത്തിൽ പോകുന്നപ്പോൾ വെള്ളത്തിലോർത്ത് ഇടാൻ പോയതല്ല. ഇത് ഞാൻ പഞ്ചായത്തിലേക്ക് പോവാം പരാതി പറയാനായിട്ട്. ഒരു ശരിയാക്കി തരാൻ പറഞ്ഞു അന്ന്. അത് രണ്ട് പേര് ബുൾഡോസർ കൊണ്ടിച്ച് തോണ്ടിച്ചത്. അത് ഒരു പേര് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, മെൻഷനാക്കുന്നില്ല. പക്ഷെ ഓറ് പറഞ്ഞ് എല്ലാം അത് ശരിയാക്കി തരാൻ കെട്ടിത്തരാൻ. പക്ഷേ ഓറ് കെട്ടി തന്നിട്ട് അണക്ക് മഴക്കാലത്ത് ഭംഗം വന്നത് ഞാനും എൻ്റെ റബ്ബിന് മാത്രം അറിയത്ര. വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ഞാൻ എന്ത് സാധനം കൊണ്ടുവന്നത് ഇതാക്കിയത്. ഞാൻ പറഞ്ഞു വീട്ടിലേക്ക് വരുന്ന വേറെ വഴിയില്ല, ഇത് തോണ്ടണ്ട, കുട്ടിയുടെ ഇല്ല, കുട്ടി വെള്ളത്തിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഓറ് കേട്ടില്ല. ഓറ് ഈ പരുവത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് പോകുന്ന വൈന. ഞങ്ങൾ പിന്നെ ബുൾഡോസർ കൊണ്ടുവച്ചത് ശരിയാക്കി, പക്ഷെ അത് ശരിയായിട്ടില്ല. അത് മഴക്കാലത്ത് ഓറ് ബുൾഡോസർ അയച്ചാ. പിന്നെ ഓറ് വേഗം പകുതിയിൽ ഇളക്കിയിട്ട് പോയി, എന്തോ വാക്കത്തർക്കായി. അപ്പോൾ ഓന് പറഞ്ഞ് ഇത് നിങ്ങൾ കുട്ടീനെ കൊന്നത്, നിങ്ങൾ വീട്ടിൻ്റെ എതിർ വേലി കെട്ടാൻ. അതെല്ലാം ഒരു ഇതല്ല, അങ്ങോട്ടും ഇങ്ങോട്ട് വാക്കത്തർക്കം. ഇതേപോയിട്ട് ഞങ്ങളിത് കുറച്ച് മണ്ണിട്ട് മാത്രം അത് ശരിയായിട്ടില്ല. പൈപ്പ് ശരിയായിട്ട് ഇരുന്നിട്ടില്ല. മതിൽ മറിച്ചിട്ടിട്ട് എത്ര കല്ല് പോയി മണ്ണിൻ്റെ അടിയിൽ. ഒരു ഉപദ്രവമാക്കിയിട്ട് വെച്ച് വീട്ടിൻ്റെ വൈന് ഇങ്ങനെ ആക്കിയിട്ട് ആരെങ്കിലും വിടോ? ഓറ് ഇപ്പോൾ പഞ്ചായത്തിലേക്ക് പോയിട്ട് ഓറ് പറയുന്നത് ഗവൺമെൻറ്റിലേക്ക് ഞാൻ ആക്കി കൊടുക്കണം, അപ്പോൾ ഓറ് ശരിയാക്കി തരാണ്. അത് വാക്കല്ലല്ലോ, ഓറ് പൊട്ടിച്ചത് ഓറ് അത് എന്താക്കിയിട്ട് ശരിയാക്കി തരുന്നാല. ഇപ്പോൾ ഇതിന് മഴക്കാലം മുമ്പ് ശരിയാക്കണം. അതിന് ഞാൻ MLA പഞ്ചായത്തിൽ പോയിട്ട് ഒരു കാര്യം നടന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ MLAക്ക് കത്തെഴുതാൻ പോന്നു. MLAക്ക് കത്തെത്തിയിട്ട് അതിലൊരു പരിഹാരം കാണും ഒരു ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ MLAനെ കാണാം, എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ പോന്നു. അതും ശരിയായില്ല, എൻ്റെ മുകളിലേക്കും പോവാം. പിന്നെ എന്ത് ചെയ്യാം, എനിക്ക് എന്തായാലും എൻ്റെ വഴി ശരിയാക്കിയിട്ട് കിട്ടണ്ടേ. ഓർ ഇങ്ങനെ ആക്കിയിട്ടിട്ട് പിന്നെ ഞാനൊന്നിനും ഇല്ലാന്ന് പറഞ്ഞെങ്കിൽ അത് കാര്യമല്ലല്ലോ. ഓറിപ്പോൾ കൈ മലർത്തിട്ട് ഞാനൊന്നും ഇല്ലാന്ന് ഓറ് പറയുന്നത്. ഇങ്ങനെയല്ല നോക്കിയപ്പോൾ ഈ കാണുമ്പോൾ നോക്കിയല്ല ഞാൻ എൻ്റെ വീട്ടിലേക്ക് സാധനം കൊണ്ടുവന്ന് പാതി ഇറക്കിയിട്ട് നടന്നിട്ട് വരുന്നത്.